Hey there, welcome back to Trading Logics. ഇന്ന് ഒരു വണ്ടർഫുൾ ഡേ ആയിരുന്നു. യൂണി ഡയറക്ഷണൽ മൂവ്, നല്ല ഹെവി ആയിട്ടുള്ള സ്പൈക്കുകളും ഹെവി ആയിട്ടുള്ള ഫോളുകളും നമ്മൾ കണ്ടായിരുന്നു. ഇറ്റ്സ് എ നൈസ് മൂവ് ആൻഡ് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒത്തിരി പേർക്ക് പ്രോഫിറ്റബിൾ ആണെന്ന് അറിഞ്ഞതിൽ സന്തോഷം. എനിവേ, മാർക്കറ്റ് എന്താണ് ഇന്നത്തെ ട്രേഡിങ്ങിൽ, മാർക്കറ്റ് ഇന്നത്തെ ട്രേഡിംഗ് സെക്ഷനിൽ എന്താണ് നമ്മളോട് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റ് 1-2 തവണ അപ്സൈഡ് പോകാനായിട്ട് ശ്രമിച്ചുവെങ്കിലും നല്ല രീതിക്ക് സെൽ ഓഫ് നടക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ടൈമെല്ലാം ആയി വരികയാണ്. ഒത്തിരി സ്റ്റോക്കുകൾ, നല്ല രീതിക്ക് ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളും താഴോട്ട് പോകുന്നുണ്ട്. സോ ഇത് നമുക്കൊരു പ്രോഫിറ്റ് ബുക്കായിട്ട് തന്നെ കരുതേണ്ടി വരും. നല്ല രീതിക്ക് നെക്സ്റ്റ് സപ്പോർട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ നോക്കാം. മാർക്കറ്റിൽ നല്ല രീതിക്ക് ബൗൺസ് ബാക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് ഡൗൺ സൈഡ് നല്ല രീതിക്ക് പോയി ഒരു ബോട്ടം ഔട്ട് കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നല്ല രീതിക്ക് ബോട്ടം ഔട്ട് കാണുന്നുണ്ട്. അടുത്ത് മേജറായിട്ടുള്ള സപ്പോർട്ട് 21,700 പോകാൻ ചാൻസ് ഉണ്ട്. അത് ബ്രോക്ക് ആയി കഴിഞ്ഞാൽ ഇനി താഴെ വരുള്ളൂ. അതായത് 21,170 റേഞ്ചിലോട്ട് താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് 21,000 ആണ്. 21,500 ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. So these are the major levels and we'll hope ഫർദറായിട്ട് ഫാളാവില്ല എന്ന് നമുക്ക് വിചാരിക്കാം. അല്ല പിന്നെ വേറെ ഒന്നും നമുക്ക് പറയാനില്ല. എനിവേ, ഫാളായി കഴിഞ്ഞാൽ അക്യുമുലേഷൻ്റെ സ്റ്റോക്കുകൾ നമ്മുടെ ലിസ്റ്റിൽ കൊണ്ടുവരിക, എന്നിട്ട് മാക്സിമം അക്യുമുലേറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങുക. മേജറായിട്ടുള്ള വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് തുടങ്ങാതെ ചെറുതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുക. ഫുൾ എമൗണ്ട് നമ്മുടെ മാർക്കറ്റിൽ ഡിപ്ലോയ് ചെയ്യാതിരിക്കുക. ഹെവി ആയിട്ടുള്ള ബൗൺസ് ബാക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് ഒരു മൊമെൻറ്റം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് US മാർക്കറ്റിൽ ഇനി ഈ ഓവർനൈറ്റിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓവർനൈറ്റിൽ ഡേ ക്യാൻഡിൽ ഹെവി ആയിട്ട് അപ്സൈഡ് പോകുന്നുണ്ട്. അറൗണ്ട് ഒരു 0.51%, 200 പോയിൻ്റ് അപ്പാണ്. സോ ഇത് സസ്റ്റെയിൻ ആവുകയാണെന്നുണ്ടെങ്കിൽ ടുമോറോ വുഡ് ബി എ നൈസ് ഡേ. ഒരു അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. മേ ബി മാർക്കറ്റ് ഗിഫ്റ്റ് നിഫ്റ്റി അഗൈൻ താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഹെവി ആയിട്ടുള്ള സെല്ലിംഗ് പ്രഷറിൽ തന്നെയാണ്. ഇത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഓക്കെ, ഗ്ലോബലി മാർക്കറ്റ് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം. ഗ്ലോബൽ മാർക്കറ്റ്സ് എല്ലാം പോസിറ്റീവായിട്ട് ട്രേഡ് നടക്കുന്നുണ്ട്. ഹാങ്സെങ് ഒക്കെ 1% അപ്പായിരുന്നു. ഡാക്സും അറൗണ്ട് 1%. ഓക്കെ, എല്ലാം പോസിറ്റീവ് ടെറിട്ടറിയിലാണ്. ഇന്ത്യൻ മാർക്കറ്റിലാണ് സെല്ലിംഗ് പ്രഷർ ഹെവി ആയിട്ട് നിൽക്കുന്നത്. 10-year ബോണ്ടും US 10-year ബോണ്ടും ഇന്ത്യൻ 10-year ബോണ്ടും എല്ലാം ഒരു ഫ്ലാറ്റ് ടെറിട്ടറിയിലാണ്. ക്രൂഡ് ഓയിൽ എങ്ങനെയാണെന്ന് നോക്കാം. ക്രൂഡ് ഓയിൽ ലൈറ്റായിട്ട് അപ്പായിട്ടുണ്ട്. സോ അത് ഇന്ത്യൻ മാർക്കറ്റിനെ നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഇന്ത്യ വിക്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ത്യ വിക്സ് സ്പൈക്കായിട്ടുണ്ടായിരുന്നു. യെസ്, സ്പൈക്കായി വൺ ടൈമിൽ അത് 19 സോ എനിവേ, മാർക്കറ്റിലൊരു അൺസർട്ടനിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. വളരെ കെയർഫുള്ളായിട്ട് പൊസിഷൻസ് എല്ലാം ഓപ്പണാക്കി ഇടാതെ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കാൻ നോക്കുക. റെസ്പോൺസിബിളായിട്ട് ട്രേഡ് ചെയ്യുക. SNB എങ്ങനെയെന്ന് നോക്കുക. SNB എല്ലാം നമ്മുടെ ഓൾ ടൈം ഹൈയുടെ അടുത്തോട്ട് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണേ. ഇന്ത്യൻ മാർക്കറ്റ് മാത്രമാണ് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ്, ഹെവി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ബിക്കോസ് അത് ഓവറായിട്ടുള്ള പർച്ചേസിങ് പോയിൻറ്റിലൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. മുന്നേ 2 തവണ ഹൈ ടോപ്പ് ടച്ച് ചെയ്തിട്ട് നേരെ സെൽ ഓഫാണ്. നെക്സ്റ്റ് ഹെവി റെസിസ്റ്റൻസ് ഇവിടെ തന്നെ ഫിൽ ആവും. 180-90 റേഞ്ചിലോട്ട് ഒരു റെസിസ്റ്റൻസ്, നല്ല രീതിക്ക് റെസിസ്റ്റൻസ് കിടപ്പുണ്ട്. അത് ബ്രോക്ക് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലോട്ട് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എനിവേ, 21,957 ക്ലോസ് ആയിരിക്കുന്നത്. 22 ഒരു കടമ്പയാണ്. 22,000 എന്ന് ക്രോസ് ആയ പ്രോപ്പറായിട്ടുള്ള ഓളിത്തോടെ ബ്രേക്കൗട്ട് ആയാൽ നെക്സ്റ്റ് ലെവലിലോട്ട് അത് അപ്രോച്ച് ആവുള്ളൂ. സോ നമുക്ക് ആ ലെവലൊക്കെ ഒന്ന് പ്രതീക്ഷിക്കാം. മാർക്കറ്റിൻ്റെ ട്രേഡിങ് നമ്മൾ ബാങ്ക് നിഫ്റ്റി അതിലൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മേജർ സ്റ്റോക്കുകളുടെ ഗതി ഒന്ന് നോക്കേണ്ട ആവശ്യമുണ്ട്. റിലയൻസ്, HDFC ബാങ്ക്, ICICI ബാങ്ക്, ബജാജ് ഫിനാൻസ്, ഇതെല്ലാം നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷൻ നമുക്ക് അതിലൂടെ വ്യക്തമാവും.
അതുപോലെ തന്നെ ഈ ഇൻഡെക്സ് കോൺട്രിബ്യൂഷൻ കൂടെ നോക്കണം. എന്താണ് ഇൻഡെക്സ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഇൻഡെക്സ് കോൺട്രിബ്യൂഷൻ നമുക്ക് ഒരു OI പൾസിൽ നമുക്കൊരു ഫീച്ചറാണത്. അതല്ല എന്നുണ്ടെങ്കിൽ മേജറായിട്ടുള്ള സ്റ്റോക്കുകളെല്ലാം ആഡ് ചെയ്ത് വയ്ക്കുക. ആഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും മേജറായിട്ട് ഏതൊക്കെ സ്റ്റോക്കുകൾ നമുക്ക് അപ്സൈഡ് പോകുന്നുണ്ട്, എത്ര പോയിൻ്റ് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാൻ പറ്റും OI പൾസിൽ. അല്ല ഈ നിങ്ങൾക്ക് മാനുവലായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കുകളെല്ലാം ആഡ് ചെയ്ത് വയ്ക്കുക. മേജറായിട്ടുള്ള വെയിറ്റേജ് ഇട്ടായിട്ടുള്ള സ്റ്റോക്കുകളെല്ലാം ആഡ് ചെയ്ത് വെച്ചതിന് ശേഷം അത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഒരു ഡിസിഷനിലെത്താൻ പറ്റും. അതായത് HDFC ഇത് നമുക്കിന്ന് നിഫ്റ്റി 50 നമുക്ക് ട്രേഡ് എടുക്കുന്നു വിചാരിക്കുക. നമുക്ക് ഹെവി വെയിറ്റേജ് ആയിട്ടുള്ള HDFC ബാങ്ക്, ICICI ബാങ്ക്, റിലയൻസ്, ITC ഇതെല്ലാം മേജർ സ്റ്റോക്കുകളാണ്. ഇതെല്ലാം യൂണിഡയറക്ഷണലി മൂവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നിഫ്റ്റി 50 മൂവ് ചെയ്താലേ കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്കുകളുടെ മൂവ്മെൻറ്റ്സ് നമുക്ക് ഒരു ഡയറക്ഷൻ നമുക്ക് ഗൈഡ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഇത് ഇൻഡെക്സ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇവ മാത്രം ഇന്ന് അപ്പായിട്ടുള്ളത്. അല്ലെങ്കിൽ ഹെവി ആയിട്ട് യൂണി ഡയറക്ഷനിൽ ഫാൾ ആവണമെന്നുണ്ടെങ്കിൽ ഈ എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള ന്യൂസ്, അതായത് കോവിഡ് ടൈമിൽ നമുക്ക് അഡ്വാൻസ്ഡ് സ്റ്റോക്സ് വളരെ 1-2 ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 7 ഉണ്ട്. അപ്പോൾ ഇതൊന്നും തീരെ ഫാൾ ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് അപ്പായിട്ടുള്ളത്. മനസ്സിലായി? ഓക്കെ, കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സേഫായിട്ട് ട്രേഡ് ചെയ്യുക. അത് വീണ്ടും പറയുകയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നെക്സ്റ്റ് സപ്പോർട്ട് വരുമ്പോൾ 47,300 ആ റേഞ്ചിലോട്ട് പോകുമ്പോഴേക്കും ഒരു സപ്പോർട്ട് കിടപ്പുണ്ട്. അപ്പോൾ ബോട്ടം ഔട്ട് ഒന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ ഇനിയും ഫർദറായിട്ട് ഫാൾ ആവാനുള്ള ചാൻസ് ഇനിയും കാണുന്നുണ്ട്. നാളെ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് പോയിൻ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഡേ ക്ലോസും ഡേ ലോയുമാണ്. അപ്പോൾ ഈ 2 പോയിൻ്റ് നമുക്ക് മേജറായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ആയിട്ടും, ഗ്യാപ്പ് ഡൗൺ തരുവാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ആയിട്ടും, ഗ്യാപ്പ് അപ്പ് തരുന്നതാണെങ്കിൽ ഒരു സപ്പോർട്ടായിട്ടും ആക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈ 2 റീജൻസ് അതൊന്ന് മാർക്ക് ചെയ്യുക. ഫ്ലോ ആയിട്ട് മാർക്കറ്റിൻ്റെ ഒഴുക്കനുസരിച്ച് ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവരും. ഓക്കെ, വിത്ത് ഓൾ ബീൻ സെറ്റ്, ഗുഡ് നൈറ്റ് ആൻഡ് ബൈ ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.